തിയേറ്റർ സ്റ്റഡീസിലെ 4 essay ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഓഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ തിയേറ്ററിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോളനൈസേഷന് ശേഷം വന്ന തിയേറ്റർ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെയുള്ളതാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ തിയേറ്ററിനകത്ത് പഠിക്കുന്നത്. അതായത് പിന്നെ എന്താ പറയുക, ഫോർമറായിട്ട് കോളനൈസ്ഡ് നേഷൻസ് ആയിട്ട് നിലനിന്നിരുന്ന കൺട്രീസിൽ അവരുടെ തിയേറ്ററിലും പ്ലേസിലും പെർഫോമൻസിലും എല്ലാം അല്ലെങ്കിൽ ആ ട്രഡീഷനിലെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ആഫ്റ്റർ കോളനൈസേഷൻ. ആഫ്റ്റർ എന്താ പറയുക ആഫ്റ്റർ കോളനൈസേഷൻ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിനെ മറ്റു രാജ്യം കോളനി ആക്കി കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിനെ, അവരുടെ ട്രഡീഷനെ അവരെന്ത് ചെയ്യും? സപ്രസ് ചെയ്തിട്ട് ആ കോളനി ആക്കിയ രാജ്യമുണ്ടല്ലോ, കോളനൈസർ, ഇപ്പം നമ്മുടെ കേസ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ അവരുടെ കൾച്ചർ നമ്മളിലോട്ട് ഇമ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ്, നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ടുള്ള കൾച്ചർ, നമ്മുടെ ട്രഡീഷൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊളോണിയൽ റൂളിൽ വെസ്റ്റേൺ തിയേറ്ററിക്കൽ ഫോംസും ലാംഗ്വേജസും ആയിരുന്നു ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സൊസൈറ്റീസിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം കുറേ പ്ലേ റൈറ്റ്സും ഡയറക്ടേഴ്സും കൂടി ഇങ്ങനെയുള്ള തിയേറ്റേഴ്സിനെ എല്ലാം റീവർക്ക് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ ഐഡന്റിറ്റിയും നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജും നമ്മുടെ പൊളിറ്റിക്കൽ ഫ്രീഡം എല്ലാം കൂടി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ തിയേറ്റേഴ്സിനെ ആക്കി മാറ്റി. ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിയേറ്ററിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജീനിയസ് പെർഫോമൻസ് മോഡ്സ്, ഡാൻസ്, മ്യൂസിക്, സ്റ്റോറി ടെല്ലിംഗ്, റിച്വൽ, അതിനെ വെസ്റ്റേൺ ഡ്രമാറ്റിക് സ്ട്രക്ചറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം അവരുടെ നറേറ്റീവ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തു, നമ്മുടെ ഇഷ്യൂസിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഒരു മേജർ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലേ റൈറ്റ്സ് ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള നമ്മുടെ ലോക്കൽ ഡയലക്റ്റ് ലാംഗ്വേജുകളുണ്ടല്ലോ, അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്ലേസ് എല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഒതന്റിക് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇന്ത്യയിൽ പ്ലേ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് കർണാടിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ തുഗ്ലക് ഉണ്ട്, ഹയവദനയുണ്ട്, പിന്നെ ബാദൽ സർക്കാർ എന്നുള്ളൊരു പ്ലേ റൈറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ എവം ഇന്ദ്രജിത്ത്. ഇവരെല്ലാം ലോക്കൽ മിത്തുകളെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസിനെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ വാൾ സോയിങ്ക ഓഫ് നൈജീരിയ, അവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ, അതായത് യൊറൂബ എന്നുള്ള കമ്മ്യൂണിറ്റിയിലെ റിച്വൽസ് വെച്ചിട്ട് വെസ്റ്റേൺ രീതിയിൽ ട്രാജഡി ആയിരുന്നു അവർ പ്രസന്റ് ചെയ്തത്. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഡെത്ത് ആൻഡ് ദി കിങ്സ് ഹോഴ്സ്മാൻ. എങ്കുഗി വോ തിയോങ്കോയുടെ അതായത് കെനിയയിലെ റൈറ്ററാണ്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് തിയേറ്ററാണ് അവിടെ ഉള്ളത്. അതിനെ എന്ത് ചെയ്തു? അത് വെച്ചിട്ട് അവരെ ആ ഒരു കെനിയൻ രാജ്യത്തിനെ അല്ലെങ്കിൽ കോളനൈസ് ചെയ്യാൻ വന്ന ആ ഒരു രാജ്യം അവരുടെ ലാംഗ്വേജ് അവിടെ ഇമ്പോസ് ചെയ്തിരുന്നു. സോ ആ ഒരു ലിംഗ്വിസ്റ്റിക് ഇമ്പീരിയലിസത്തിനെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്തത്. ഈ വർക്ക്സിനകത്തെല്ലാം നമുക്ക് ഡീകോളനൈസേഷൻ പോലെ അവരതിനെ തിയേറ്ററിനെ ഒരു ഡീകോളനൈസേഷൻ ടൂളാക്കിയാണ് മാറ്റിയത്. അതായത് കോളനൈസേഷനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഡോമിനേഷനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡീകോളനൈസേഷൻ ടൂളായിട്ടാണ് തിയേറ്ററിനെ അവർ കണ്ടത്, അവരുടെ ഓൺ ഹിസ്റ്ററിയും ഈസ്തെറ്റിക്സും റീക്ലെയിം ചെയ്യാതെടുക്കാൻ വേണ്ടി. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിയേറ്റർ എന്ന് വെച്ചാൽ ബോത്ത് പൊളിറ്റിക്കലും കൾച്ചറലും ആയിരുന്നു. ആരാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ സ്റ്റോറീസാണ് സംസാരിക്കുന്നത്, അതിനെ റീഡിഫൈൻ ചെയ്തു. തിയേറ്ററിന്റെ സ്റ്റേജിനെ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ സോഷ്യൽ ക്രിറ്റിസിസത്തിനും കൾച്ചറൽ റിന്യൂവലിനും വേണ്ടി അവർ ഉപയോഗിച്ചു. യൂറോപ്യൻ സെൻട്രിക് ആയിട്ടുള്ള ഐഡിയാസിനെ എല്ലാം റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തു. എന്നിട്ട് അതിന് പകരം ഓറൽ ട്രഡീഷനും കളക്റ്റീവ് പെർഫോമൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിയേറ്റർ എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് മാത്രമല്ല, ഒരു ആക്ട് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. പാസ്റ്റിനെയും പ്രസന്റിനെയും ബ്രിഡ്ജ് ചെയ്ത് സപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഐഡന്റിറ്റീസിനെ എല്ലാം റിക്കവർ ചെയ്തെടുത്ത് പുതിയൊരു രീതിയിൽ പ്രസന്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡ്രമാറ്റിക് ട്രഡീഷൻ ആണ്. ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ട്രഡീഷൻസ് ഇൻ ദ വേൾഡ് ആണ്. ഫ്രം സാൻസ്ക്രിറ്റ് ക്ലാസിക്സ് ഓഫ് കാളിദാസ ടു ഫോക്ക് ആൻഡ് റിച്വൽ പെർഫോമൻസ് ആൻഡ് ലേറ്റർ നമ്മളിപ്പോൾ നിൽക്കുന്നത് മോഡേൺ പൊളിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ തിയേറ്ററിലാണ്. സോ ഇന്ത്യൻ ഡ്രമാറ്റിക് ട്രഡീഷനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എവല്യൂഷൻ തന്നെയാണ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റിച്ച് ആയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലറിഷ്മെന്റ് ആണ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഈസ്തെറ്റിക്സിനെ കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്ത്യൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രയിലൂടെയാണ്. അദ്ദേഹമാണ് തിയേറ്ററിനെ കോഡിഫൈ ചെയ്ത് ഒരു ഡിവൈൻ ആർട്ടാക്കി മാറ്റിയത്. അതിനകത്ത് അദ്ദേഹം പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, രസക്കുറിച്ച് പറയുന്നുണ്ട്, ഇമോഷണൽ ഫ്ലേവേഴ്സ്, ഭാവ എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നുണ്ട്, അഭിനയ ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ധ്വനി സജഷനെ കുറിച്ച് പറയുന്നുണ്ട്. സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ് ആയിട്ടുള്ള കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം,
ഭാസയുടെ വർക്ക്സ് വരുന്നുണ്ട്, ശൂദ്രകയുടെ മൃച്ഛകടിക എന്നുള്ള വർക്ക് വരുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഹാർമണി, ലവ് ആൻഡ് മോറൽ വാല്യൂസ് ആയിരുന്നു എക്സ്പ്രസ് ചെയ്തിരുന്നത്. ക്ലാസിക്കൽ ഡ്രാമ ഡിക്ലൈൻ ചെയ്തു കോളനൈസേഷൻ വന്നതോടുകൂടി. അപ്പോൾ ഫോക്ക് ആൻഡ് തിയേറ്റർ, റീജിയണൽ തിയേറ്റേഴ്സ് ഫ്ലറിഷ്ഡായി. അങ്ങനെയാണ് കഥകളിയും കൂടിയാട്ടമൊക്കെ കേരളത്തിൽ വന്നത്. കർണാടകയിൽ യക്ഷഗാന എന്നൊരു ആർട്ട് ഫോം വന്നു, ബംഗാളിൽ ജത്രയും മഹാരാഷ്ട്രയിൽ തമാശയും. ഈ പെർഫോമൻസുകളിലെല്ലാം സ്റ്റോറി ടെല്ലിങ്ങും മ്യൂസിക്കും ഡാൻസും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടായിരുന്നു ഇതെല്ലാം വന്നത്. ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഇന്ത്യൻ തിയേറ്റേഴ്സ് എല്ലാം അതായത് പിന്നെന്താ പറയുക, വലുതായിട്ട് അങ്ങ് ഫ്ലറിഷ്ഡ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു സോഷ്യൽ ക്രിറ്റിസിസത്തിന്റെ മീഡിയമായിട്ട് പിന്നീട് പതുക്കെ മാറി. രവീന്ദ്രനാഥ് ടാഗോർ, വിജയ് ടെണ്ടുൽക്കർ, ഗിരീഷ് കർണാടക ഡ്രാമയെ ഫ്രീഡം, ജെൻഡർ ആൻഡ് മൊറാലിറ്റി പോലെയുള്ള ഇഷ്യൂസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിച്ചു. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തിയേറ്ററിനകത്ത് റീജിയണൽ, പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രീറ്റ് ഫോംസ് എന്നും പറഞ്ഞ് തിയേറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് അഭിജ്ഞാന ശാകുന്തളം, ലവ് ആൻഡ് ധർമ്മയെ ബേസ് ചെയ്തിട്ട് കാളിദാസ് എഴുതിയതാണ്. തുഗ്ലക് ബൈ ഗിരീഷ് കർണാട് പൊളിറ്റിക്കൽ ഐഡിയലിസത്തിനെ കുറിച്ച് പറയുന്നു. ബാദൽ സർക്കാരിന്റെ ഇവം ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് മോഡേൺ ലൈഫിലെ ആ ഒരു എക്സിസ്റ്റൻഷ്യൽ കൺഫ്യൂഷനെ കുറിച്ച് പറയുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുന്നത് ബോത്ത് സേക്രഡുമാണ് സോഷ്യലുമാണ്. എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, എന്റർടൈൻ ചെയ്യുന്നു, റിഫോം ചെയ്യുന്നു. അപ്പം അതിന്റെ എവല്യൂഷൻ ടെമ്പിളിൽ നിന്ന് തുടങ്ങി സ്ട്രീറ്റിൽ വരെ എത്തിക്കഴിഞ്ഞു. റിച്വലിൽ നിന്ന് റിയലിസം വരെ എത്തി, മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസി വരെ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രമാറ്റിക് ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിസ്റ്റൻഷ്യലിസം ആൻഡ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. എന്താണ് എക്സിസ്റ്റൻഷ്യലിസം, അതിന്റെ കുറച്ച് വർക്ക്സ്, എന്താണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്, അതിന്റെ കുറച്ച് വർക്ക്സ്, അത് തമ്മിലുള്ളൊരു കമ്പാരിസൺ പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാൻ സാധിക്കും. എക്സിസ്റ്റൻഷ്യലിസം 20th സെഞ്ചുറി ഫിലോസഫിക്കൽ മൂവ്മെന്റ് ആണ്. ഹ്യൂമൻ ഫ്രീഡം, ഐസൊലേഷൻ, മീനിങ്ലെസ്നെസ്. ഇതൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗോഡ്ലെസ് യൂണിവേഴ്സ് ആണ്. നമ്മൾ നമ്മുടെ ആക്ഷനിലൂടെയും ബിഹേവിയറിലൂടെ വേണേൽ നമ്മുടെ ഇത് ഡിഫൈൻ ചെയ്യാൻ, നമ്മുടെ എക്സിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ. എല്ലാ റൂൾസ് ആൻഡ് കൺഫർമേഷൻസിനും എതിരെയാണ് നമ്മുടെ ലൈഫ് എന്ന് വരേണ്ടത്. ലൈഫ് എന്നാണ് ഇവർ പറയുന്നത്. എക്സിസ്റ്റൻഷ്യലിസം ആണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡിന് വഴിയൊരുക്കിയത്. തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് പോസ്റ്റ് വാർ യൂറോപ്പിലാണ് വന്നത് 1950s 60s. ഈ എക്സിസ്റ്റൻഷ്യൽ ഐഡിയാസിന്റെ എക്സ്പ്രഷനാണ് ഡ്രമാറ്റിക്കലി ഇത് കാണിച്ചത്. ഹ്യൂമൻ എക്സിസ്റ്റൻസ് വളരെ പർപ്പസ്ലെസ് ആണെന്നും അബ്സേർഡ് ആണെന്നും ആണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ജീൻ പോൾ സട്രെ, ആൽബർട്ട് ക്യാമോ ഒക്കെയാണ് പറഞ്ഞത് ലൈഫിനൊരു ഇൻഹറന്റ് മീനിങ് ഇല്ല, ഇൻഡിവിജ്വൽസ് അവരുടെ പേർപ്പസ് അവരുടെ ചോയ്സിലൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നും. വേൾഡ് വാർ 2 ശേഷം ഈ ഫീലിംഗ്സ് വളരെയധികം ഇന്റൻസിഫൈ ചെയ്തു. ആളുകളെല്ലാം ഏലിനേറ്റഡ് ആകാൻ തുടങ്ങി. ഈ ഒരു ഏലിനേഷനെ വെച്ചിട്ടാണ് പ്ലേ റൈറ്റ്സ് എല്ലാം കൂടി ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള തിയേറ്ററിക്കൽ ഫോം ആയിട്ടുള്ള അബ്സേർഡ് തിയേറ്റർ കൊണ്ടുവന്നത്. ഈ അബ്സേർഡിസ്റ്റ് പ്ലേസ് നമ്മൾ നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ട്രഡീഷണൽ പ്ലോട്ട് സ്ട്രക്ചർ ഒന്നുമില്ല, ലോജിക്കൽ ഡയലോഗ് ഒന്നുമില്ല, റിയലിസ്റ്റിക് സെറ്റിംഗ്സിലായിരിക്കും, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. കോൺവെർസേഷൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിരിക്കും. സൈലൻസിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേൾഡ് ഒരു ഡിസോർഡർലി വേൾഡ് ആണെന്നും അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നും ലോജിക് എല്ലാം കൊളാപ്സ്ഡ് ആണെന്നുമാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ. 2 ക്യാരക്ടേഴ്സ് ഒരു ഗോദോ എന്ന് പറഞ്ഞ മനുഷ്യന് വേണ്ടി ഇങ്ങനെ എൻലെസ് ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അയാൾ ഒരിക്കലും അറൈവ് ചെയ്യുന്നില്ല, പക്ഷെ ഇവർ എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ആ ഒരു ഹോപ്പ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. യുജിൻ ഇനസ്കോയുടെ ദ ബോൾഡ് സൊപ്രാനോ, അതിനകത്ത് ലാംഗ്വേജിന് മീനിങ് ഒന്നും ഇല്ലെന്ന് കാണിക്കുന്നു. അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിക്കുന്നതാണ്. ഹെറോൾഡ് പിന്ററിന്റെ ദ ബർത്ത്ഡേ പാർട്ടി, അതിനകത്ത് ആൻസൈറ്റി ഇൻ എവറിഡേ ലൈഫാണ് കാണിക്കുന്നത്. ജീൻ പോൾ സട്രയുടെ നോ എക്സിറ്റ് എന്നുള്ള വർക്കിനകത്ത് ഹെൽ ഇസ് അതർ പീപ്പിൾ, അതായത് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ഐസൊലേഷനെ കാണിക്കുന്നു. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ബാദർ സർക്കാർ ഈ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എലമെന്റ്സ് കൊണ്ടുവന്ന പ്ലേ ആണ് എവം ഇന്ദ്രജിത്ത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഫ്യൂട്ടിലിറ്റിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം ആണെങ്കിലും തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് ആണെന്നുണ്ടെങ്കിലും മോഡേൺ മാന്റെ ക്രൈസിസിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെമ്പിൾ ആർട്സ് ഓഫ് കേരളയാണ്. ടെമ്പിൾ ആർട്സ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ ബോത്ത് ക്ലാസിക്കൽ, നമുക്ക് ടെമ്പിളുണ്ട്, ക്ലാസിക്കൽ ആർട്സും ഉണ്ട്, റിച്വൽ തിയേറ്റർ ഹെറിറ്റേജും ഉണ്ട്. നമുക്ക് ഡിവോഷനിലും മിത്തോളജിയിലും മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പിൾ ആർട്സ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ കേരളാസ് ടെമ്പിൾ ആർട്ട് എന്ന് പറയുന്നത് എന്താ പറയുക, കൂടിയാട്ടമുണ്ട്, കഥകളിയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, തെയ്യമുണ്ട്. കൂടിയാട്ടം എന്ന് പറയുന്നത് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തതാണ്. അതൊരു ഓറൽ ഹെറിറ്റേജ് ഇതായിട്ട് ഓൾഡസ്റ്റ് സാൻസ്ക്രിറ്റ് തിയേറ്റർ ട്രഡീഷനാണ്. ടെമ്പിൾ തിയേറ്റേഴ്സിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ടെമ്പിൾ തിയേറ്ററിന്റെ പേരാണ് കൂത്തമ്പലം എന്ന് പറയുന്നത്. മൈമ്, ഡാൻസ്, ചാൻഡിങ് ഇതെല്ലാം ഉണ്ട്. കഥകളി എന്ന് പറയുന്ന ഡാൻസ് ഡ്രാമ ഫോം ഓഫ് കേരളയാണ്. മ്യൂസിക്കും കോസ്റ്റ്യൂംസും എലാബറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണുള്ളത്. ഫേഷ്യൽ മേക്കപ്പ് ഉണ്ട്, മുദ്രാസ് ഉണ്ട്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും എപ്പിക്സിൽ നിന്നാണ് സ്റ്റോറീസ് എടുത്തിരിക്കുന്നത്. ഓട്ടംതുള്ളൽ എന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരുടെയാണ്. ചാക്യാർ കൂത്തിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുവന്നത്. സറ്റയർ ആൻഡ് ഹ്യൂമറിലൂടെ സോഷ്യൽ ഈവിൾസിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നു. മാസ് ഓഡിയൻസിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോമാണ്, ആർട്ട് ഫോമാണ് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. ഓക്കെ,
ഓട്ടംതുള്ളലിനകത്ത് പെർഫോമർ എന്ത് ചെയ്യുന്നു, പിന്നെന്താണ് ഒരു കൈൻഡ് ഓഫ് ജോക്സ് അല്ലെങ്കിൽ സറ്ററിക്കലായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തെയ്യം എന്ന് പറയുന്ന റിച്വൽ പെർഫോമൻസ് ആണ് നോർത്ത് കേരളയിലെ. അതായത് ഒരു ലിവിങ് ഗോഡായിട്ട് അല്ലെങ്കിൽ ഒരു ലിവിങ് ഡൈറ്റി ആയിട്ട് പെർഫോമർ പെർഫോം ചെയ്യുന്നു. ആൻഡ് ബിഫോർ ദി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ബിഫോർ ദി പെർഫോമൻസ്, അതായത് അവരൊരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ അണ്ടർഗോ ചെയ്യുന്നു. തെയ്യത്തിനകത്ത് എന്ന് പറയുമ്പം ഈ കോലത്ത് നാട്, അതായത് കോലത്തിരികളാണ് ഇതിനെ പേട്രൺസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം തെയ്യം പെർഫോമൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലുള്ള വില്ലേജിലുള്ള എല്ലാ ആളുകളും ഇതിനകത്ത് പെർഫോം ചെയ്യും. പലവിധ കാര്യങ്ങളും ആക്ടിവിറ്റീസും ആയിരിക്കും അവർ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ തെയ്യം എന്ന് വെച്ചാൽ പേഴ്സണൽ ഗോഡെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ഗോഡുമായിട്ട് പേഴ്സണലി ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, തെയ്യത്തിനകത്ത് ഒരുപാട് 350-400ഓളം തെയ്യം ഫോംസ് ആണുള്ളത്. നോർത്തേൺ കേരളയിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. റെഡ് ഹ്യൂഡ് മേക്കപ്പും ലാർജ് ഹെഡ് ഡ്രസ്സും ഇലാബറേറ്റ് ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പ്ലെയിൻറ്റെയിൻ ലീവ്സും പിന്നെന്താണ് കോക്കനട്ട് പാംസിൻ്റെ ലീവ്സും അതൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പാം ലീവ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഡ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന് വേണ്ടി. പിന്നെന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പിന്നെ ഡിസീസസ്, ഇതിനൊക്കെ എതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തെയ്യം കൊണ്ടുവരുന്നത്. തെയ്യം പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ, ആ സേക്രഡ് സ്പേസുകളെ നമ്മൾ കാവ് അല്ലെങ്കിൽ മുണ്ടിയാസ് അല്ലെങ്കിൽ സ്ഥാനം എന്ന് വിളിക്കുന്നു. തെയ്യം പറയുമ്പോൾ ആ തെയ്യത്തിൻ്റെ ആ ഒരു തെയ്യം കെട്ടിയാടുന്ന ആളുടെ സേക്രഡ് സേയിങ്സിനെ, അയാൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഉരിയാടൽ അല്ലെങ്കിൽ വജൽ എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ പണ്ട് തെയ്യത്തിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓഫറിങ്സ് ഒക്കെ എന്താ പറയുക, ഈ ഹണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, അതെല്ലാം ബാൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഫേമസ് കഥകളി സ്റ്റോറീസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദുര്യോധന വധമുണ്ട്, കല്യാണ സൗഗന്ധികമുണ്ട്. കൂടിയാട്ടം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അഭിജ്ഞാന ശാകുന്തളമൊക്കെ കൂടിയാട്ടം പെർഫോമൻസിനകത്ത് വരുന്നുണ്ട്. പിന്നെ തെയ്യം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മുച്ചിലോട്ട് ഭഗവതിയാണ് ഇതിനകത്ത് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ഇത് ട്രൈബൽ ഫെയ്ത്ത് ആൻഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റിനെയാണ് തെയ്യം കുറച്ചും കൂടി കാണിക്കുന്നത്. അപ്പോൾ കഥകളിക്കകത്തെന്ന് പറയുമ്പോൾ ഏതില്ല, അതൊക്കെ എഴുതാം നിങ്ങൾക്ക്. 7 ടൈപ്സ് ഓഫ് മേക്കപ്പ് ആണുള്ളതെന്നും അതൊക്കെ എഴുതാം നിങ്ങൾക്ക്. നവരസങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതാം കഥകളിക്കകത്ത്. പിന്നെ പറയുന്നത് കൂടിയാട്ടം പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്പ്യാർ നങ്ങ്യാർ കമ്മ്യൂണിറ്റിയുള്ള കാര്യങ്ങളും ചാക്യാർ കൂത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്ഐ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.